ഹായ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്നത് ഒരു കോട്ട് കോളർ കോഡ് സെറ്റാണ്. ആദ്യം നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാം. അതിന് ക്ലോത്ത് രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 1.5 ഇഞ്ച് താഴെ വരെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക താഴെ വരെ. ഇനി നമ്മൾ ആ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയത് ഉള്ളിലോട്ട് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് അവിടെ ബട്ടണും വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. നമുക്കിങ്ങനെ മടക്കി വെക്കാം. ഇനി നമ്മൾ സാധാ അടയാളപ്പെടുത്തും പോലെ നമുക്കാദ്യം ഷോൾഡർ അടയാളപ്പെടുത്താം. ഇങ്ങനെയാണ് മടക്കിയിട്ടുണ്ടാവുക. ഇനി നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് 8 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്താം. ഇനി നമുക്കൊരു 3/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. കോളർ വെക്കുന്നതും കൊണ്ട് സ്ലോപ്പ് കൊടുക്കണം. ഇനി അവിടെ നിന്നാണ് നമ്മൾ ഹാം ഹോൾ അടയാളപ്പെടുത്തുന്നത്. ആണെന്നൊരു 7 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് അതൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം. എന്നിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് 11 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. വേസ്റ്റ് നമുക്ക് 14 ഇഞ്ചിൽ ലെങ്ത് അടയാളപ്പെടുത്താം. 9.5 ഇഞ്ചാണ് വേസ്റ്റ്. അതിലേക്ക് ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ. നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. ടോട്ടൽ ലെങ്ത് 47 ആണ് വേണ്ടത്. അതിലേക്ക് 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 49 അടയാളപ്പെടുത്തുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. ആദ്യം വേസ്റ്റിൽ നിന്നും താഴെ എൻഡിലേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി താഴെ നമുക്ക് 2.5 ഇഞ്ച് മുകളിലോട്ട് കയറ്റി അടയാളപ്പെടുത്തണം. എന്നിട്ട് സെൻറ്ററിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം വേണ്ടത്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്ക് പീസ് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. സ്ലീവ് കട്ട് ചെയ്യാൻ നമുക്ക് 4 ആക്കി മടക്കിയേക്കാം. നമുക്ക് ലെങ്ത് വേണ്ടത് 20ഉം 1.5 ഇഞ്ച് എക്സ്ട്രയും 21.5 അടയാളപ്പെടുത്താം. നമുക്ക് 3.5 ഷേപ്പ് ചെയ്യാനോ. എന്നിട്ട് നമുക്ക് ഈ സ്കെയിൽ വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഈ സൈഡ് താഴെ വേണ്ടത് 5 ഇഞ്ചും എക്സ്ട്രാ 1.5 ഇഞ്ചും അടയാളപ്പെടുത്താം. എന്നിട്ട് അങ്ങോട്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്ങും ബാക്ക് പീസ് വെച്ച് ബാക്ക് പീസിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് സൈഡിൽ നിന്ന് വെട്ടിയ പീസ് ഉണ്ടാവില്ല, അതിന് ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ മുകളിൽ 6 ഇഞ്ചാണ് വേണ്ടത്. താഴോട്ട് നമുക്ക് ഇങ്ങനെ വീതി കുറഞ്ഞ് 2 ഇഞ്ച് അങ്ങനെ എൻഡ് വരെ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കണം പീസ്. അതിൻ്റെ മുകളിൽ അതേ അളവിൽ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുത്ത് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാനുണ്ട്. നമുക്ക് ക്യാൻവാസിന് അതേപോലെ നമ്മൾ ഇത് ക്ലോത്ത് ജോയിൻ ചെയ്ത് ക്യാൻവാസ് ഒട്ടിച്ച് സൈഡ് മടക്കിയെടുക്കുകയും ചെയ്ത് അങ്ങനെ 2 ക്യാൻവാസും ചെയ്ത് ഇനി നമുക്കത് 4 പീസ് കൂടെ വെച്ചിട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നെക്ക് വിടുത്ത് വേണ്ട 2.25 3.5 ഇഞ്ച് ലെങ്ത്തുമാണ്. എന്നിട്ട് നമുക്കിന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാം. ഇനി നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കാം. നമുക്ക് അവിടെ നിന്ന് മുതലാണ് കോളർ തുടങ്ങുന്നത്.
ഇങ്ങനെ നമുക്ക് ഫ്രണ്ട് പീസ് മേൽ ഒരു ക്യാൻവാസ് വെച്ച് മറിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ആ കട്ടിട്ടെടുത്തുനിന്ന് മുതൽ അടിച്ചിട്ട് എൻഡ് വരെ താഴെ എൻഡ് വരെ അങ്ങനെ അടിച്ചു പോയി മറിച്ചിടണം. അതേപോലെ മറ്റേ ഭാഗവും അതേപോലെ അടിച്ചെടുത്ത് മറിച്ചിടണം. ഇപ്പോൾ ക്യാൻവാസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്ന് നമുക്ക് എഡ്ജ് രണ്ടിൻ്റെയും കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് കത്രികൻ്റെ എൻഡ് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്താക്കി എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് എഡ്ജ് ശരിയാക്കി എടുക്കുക. അതേപോലെ തന്നെ മറ്റേതിൻ്റെയും ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ടും ചെയ്ത് കഴിഞ്ഞ് അതിന് നമുക്ക് മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്നും ഒരു 7 ഇഞ്ച് താഴെ അടയാളപ്പെടുത്താം. അവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കുക. ഒന്നിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് താഴോട്ട് ജോയിൻ ചെയ്തെടുക്കണം. താഴേന്ന് നമുക്കൊരു 17 ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുത്താം. അവിടെ വരെയാണ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അവിടുന്ന് അങ്ങോട്ട് നമുക്കൊരു ഓപ്പൺ പോലെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് അവിടുന്ന് മേലോട്ട് ജോയിൻ ചെയ്ത് വരാം. ഫ്രണ്ടിൽ അങ്ങനെ ഉണ്ടാവുക, താഴെ ഓപ്പണും, ബാക്ക് സൈഡ് ഇങ്ങനെ ഉണ്ടാവുക. ഇത് നമുക്കിങ്ങനെ വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസിന് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബാക്ക് പീസിന് നെക്ക് കട്ട് ചെയ്യാൻ 2.25 ഇഞ്ച് വിഡ്ത്തും 1 ഇഞ്ച് ലെങ്ത്തും എന്നിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ബാക്ക് പീസ് അടിയിൽ ലൈനിങ്ങും മുകളിൽ നല്ല പീസ് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഫ്രണ്ട് പീസ് വെച്ചിട്ട്. ഇപ്പം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബാക്ക് പീസിൻ്റെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് ഞങ്ങൾക്ക് ആ 2 സ്ലീവും പിന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് അവിടെ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് കോളറിൻ്റെ അളവും എടുക്കണം. 2 മടക്കാക്കിയിട്ട് ഇങ്ങനെ മടക്കിയിടാം. എന്നിട്ട് അവിടുന്ന് നമ്മളിങ്ങനെ അളവെടുത്ത് വരാം ലാസ്റ്റ് വരെ. നമുക്ക് 6 ഇഞ്ചാണ് കിട്ടിയത്. അത് നമുക്ക് ക്യാൻവാസിലേക്ക് അടയാളപ്പെടുത്തണം. നമ്മൾ ക്യാൻവാസ് 2 മടക്കാക്കിയിട്ട് 6.5 ഇഞ്ച് വീതിക്കും നീളത്തിലും 3.5 ഇഞ്ച് വീതിക്കും. നമുക്ക് എൻഡിൽ ഇഞ്ച് അടയാളപ്പെടുത്താം ഓപ്പൺ സൈഡിൽ. എന്നിട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്കിതിങ്ങനെ വരച്ചെടുക്കാം. ഇനി നമുക്ക് 6 ഇഞ്ച് എവിടെ വരെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വരെയാണ് 6 ഇഞ്ച് ഉള്ളത്. അവിടെ അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് സ്കെയിൽ വെച്ച് വരച്ചെടുക്കാം. ഇനി മേലെ നമുക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. 1/2 ഇഞ്ച് പുറത്തേക്ക് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ എൻഡിലേക്ക് ക്രോസാക്കി വരച്ചെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് തുണിയിൽ വെച്ച് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വന്നിക്കുന്ന നമ്മൾ താഴെ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് മടക്കി അടിക്കുകയും ചെയ്തിരിക്കുന്നത്. അതേ വലുപ്പത്തിലൊരു ക്ലോത്തും കൂടെ എടുത്തിട്ട് താഴെ അല്ലാത്ത 3 ഭാഗവും കൂടെ നമുക്കിങ്ങനെ അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ അടിച്ചെടുത്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ചെറിയ പിന്നെ താഴെ ഭാഗത്ത് മടക്കി അടിക്കുകയും ചെയ്തിരിക്കുന്നത്. ചെറിയ ഒരു കട്ടിട്ട് കൊടുക്കണം സൈഡിൽ കൂടെ, സ്റ്റിച്ചിന് കൊള്ളാതെ നമുക്ക് മറിച്ചിടുമ്പോൾ നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു എഡ്ജ് നമുക്ക് കത്രികൻ്റെ തുമ്പുകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിനിഷായി കിട്ടും. അങ്ങനെ 2 സൈഡ് കൂടെ ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. നമുക്ക് ഇനി ഇത് നെക്കുമ്മൽ ഇങ്ങനെ സെൻറ്ററിലേക്ക് ഈ തലക്ക് നിന്ന് സെൻറ്ററിലേക്ക് അടിച്ചെടുക്കുക. പിന്നെ ഈ മറ്റേ തലയും അതേപോലെ സെൻറ്ററിലേക്ക് അടിച്ചെടുക്കുക വേണ്ടി. ഇപ്പം നമ്മളിത് അടിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അങ്ങനെ അടിച്ചെടുക്കുകയും ചെയ്യാം.
ഇപ്പം നമ്മളിതാ കോളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനും സൈഡ് ഷേപ്പ് ചെയ്യാനും താഴെ മടക്കി അടിക്കാനുമാണ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റിച്ചിങ് കഴിയും. ഇതാണ് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്ലീവും വെച്ച് മുന്നിൽ നമ്മൾ ബട്ടൺസ് വെച്ചെടുത്ത് താഴെ മടക്കി അടിക്കുകയും ചെയ്ത്. ഇത് നമ്മളൊരു പലാസ പാൻറ്റാണ് ഇതിൻ്റെ കൂടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായി ഇനിയും വീണ്ടും വരാം. ബായ്.